ഹലോ ഗൈസ്, മലയാള സിനിമയിലെ നായികയായ കീർത്തി സുരേഷ് ഇത് എന്ന മായം എന്ന സിനിമയിലൂടെയാണ് തമിഴ് സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അതിനുശേഷം നല്ല നല്ല മികച്ച ചിത്രങ്ങളുടെ ഭാഗമായി അഭിനയിക്കുന്ന ഇവർ ഇപ്പോൾ അടുത്ത ഘട്ടം എന്ന നിലയിൽ ബേബി ജോൺ എന്ന സിനിമയിലൂടെ ബോളിവുഡിലും കയറിയിരിക്കുകയാണ്. ഇങ്ങനെ കീർത്തി തൻ്റെ സിനിമാ കരിയർ അപ്വേർഡ് ഗ്രാഫിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ പേഴ്സണൽ ലൈഫിൽ പുതിയൊരു അധ്യായം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് സക്സസ് ടോക്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പുതുതായി ചാനൽ കാണുന്നവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. കീർത്തി സുരേഷ് തൻ്റെ നീണ്ടകാല പ്രണയതാവുമായ ആൻ്റണി തട്ടിലുമായി വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം എല്ലാവരും ഇതിനകം തന്നെ അറിഞ്ഞിട്ടുണ്ടാകും. ഇരുവരുടെയും കല്യാണം ഗോവയിൽ വെച്ച് ഗ്രാൻഡായി നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കല്യാണം നന്നായി നടക്കുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ ദിവസം കീർത്തി സുരേഷും അമ്മ മേഘ്നയും കുടുംബവുമായി തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു. അപ്പോഴാണ് കീർത്തി തൻ്റെ വിവാഹത്തെക്കുറിച്ച് മീഡിയയുമായി ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ കല്യാണത്തിനായുള്ള ഒരുക്കങ്ങൾ കീർത്തി സുരേഷ് തുടങ്ങിക്കഴിഞ്ഞു. ആൻ്റണി തട്ടിലും കീർത്തി സുരേഷും കഴിഞ്ഞ 15 വർഷമായി സ്നേഹിച്ചു വരികയാണ്. കേരളത്തിലെ കൊച്ചിയിലാണ് ആൻ്റണി തട്ടിൽ ജനിച്ചതും വളർന്നതും. എന്നാൽ ഇന്ന് ദുബായിൽ വലിയ തൊഴിലുടമയാണ് അദ്ദേഹം. ഇങ്ങനെ ഇവരുടെ കല്യാണത്തിൻ്റെ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇപ്പോൾ നടൻ വിശാലിൻ്റെ പേരും ഇതിനകത്തേക്ക് വലിച്ചഴിക്കപ്പെട്ടിരിക്കുന്നത്. സണ്ടക്കോഴി 2 എന്ന സിനിമയിൽ കീർത്തി സുരേഷും വിശാലും ചേർന്നാണ് അഭിനയിച്ചിരിക്കുന്നത്. വിശാലിൻ്റെ അമ്മയച്ഛനും അദ്ദേഹത്തിന് വേണ്ടി പെണ്ണാലോചിക്കുന്ന സമയമായിരുന്നു അത്. അങ്ങനെ സണ്ടക്കോഴി 2 ഷൂട്ടിംഗ് സ്പോട്ടിൽ കീർത്തി സുരേഷിനെ കാണുകയും തുടർന്ന് ഡയറക്ടർ ലിംഗുസ്വാമിയുടെ അടുത്ത് വിശാലിനെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ എന്ന് കീർത്തി സുരേഷിനോട് ചോദിക്കാനും പേരൻസ് ആവശ്യപ്പെട്ടിരുന്നു. ഈ അഭ്യർത്ഥന മാനിച്ച ലിംഗുസ്വാമി കീർത്തി സുരേഷിനോട് വിശാലിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് മറുപടിയായി കീർത്തി സുരേഷ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇല്ല സാർ, ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ തന്നെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നായിരുന്നു കീർത്തി സുരേഷിൻ്റെ മറുപടിയെന്ന് ലിംഗുസ്വാമി ചിത്ര ലക്ഷ്മണൻ്റെ അടുത്ത് പറഞ്ഞതായി ചിത്ര ലക്ഷ്മണൻ അദ്ദേഹത്തിൻ്റെ ഈ റീസെൻ്റ് ഇൻ്റർവ്യൂവിൽ പുറത്തുവിട്ടിരുന്നു. பெண் தேடிட்டு இருந்தாங்க. அப்போ தான் சண்டைக்கோழி 2ல கீர்த்தி சுரேஷோட நடிச்சுக்கிட்டு இருந்தார். விஷாலுக்கு கீர்த்தி சுரேஷை கல்யாணம் பண்ணி வச்சா நல்லா இருக்கும் அப்படின்னு நாங்கள் நினைக்கிறோம். கேட்டப்போ தான் கீர்த்தி சுரேஷ் சொல்லியிருப்பாங்க, சாரி சார், நான் பல வருடங்களாக ஒருத்தரை காதலிக்கிறேன், அவரை தான் கல்யாണം பண்ணிக்க போகிறேன். സണ്ടക്കോഴി 2യുടെ ഷൂട്ടിംഗ് സ്പോട്ടിൽ നടന്ന ഈ സംഭവം ഇപ്പോൾ ചർച്ചയായി വരുമ്പോൾ പലരും ചിത്ര ലക്ഷ്മണൻ്റെ ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു വരികയാണ്. എന്തായാലും വിശാലിൻ്റെ സമ്മതമില്ലാതെ വിശാലിൻ്റെ അമ്മയും അച്ഛനും കീർത്തി സുരേഷിന് നേരെ പ്രപ്പോസൽ നടത്താൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് വിശാലിന് കീർത്തിയെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നു എന്ന് പലരും ആ വീഡിയോയിൽ കമൻറ്റ് ചെയ്തു വരുന്നു. കീർത്തി സുരേഷിൻ്റെ ഇത്തരത്തിലുള്ള നല്ലൊരു സ്റ്റാൻഡും കീർത്തി സുരേഷും വിശാലും തമ്മിൽ കല്യാണം കഴിച്ചാൽ എങ്ങനെയുണ്ടാകുമെന്നും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.